അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സന്റെ അടുപ്പക്കാരെ മുനിസിപ്പാലിറ്റിയിൽ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. വെള്ളൂർകുന്നത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സന്റെ അടുപ്പക്കാരെ മുനിസിപ്പാലിറ്റിയിൽ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയും അത് ചോദ്യം ചെയ്ത ബി.ജെ.പി. കൗൺസിലർമാരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിലും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനെതിരെയും പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. വെള്ളൂർകുന്നത്തെ ബി.ജെ.പി. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊന്ന് വിചാരിച്ചോളൂ, വരാൻ പോകുന്ന മൂന്നാമത്തെ ശനിയാഴ്ച ഈ കച്ചേരിത്താഴത്തുള്ള മുനിസിപ്പൽ ചെയർമാനിന്റെ ചെയറിലേക്ക് ആയിരക്കണക്കിന് ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ പ്രവർത്തകര് നിർദ്ദേശങ്ങളുമായിട്ട് പരാതികളായിട്ട് വരും. നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല, അല്ലയോ ചെയർപേഴ്സൺ? നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല, കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തെ കൗൺസിലർമാരെ കൈകാര്യം ചെയ്യുമെന്ന ചെയർപേഴ്സന്റെ ധാർഷ്ട്യം അനുവദിക്കില്ലെന്നും ഇടുക്കിയിൽ നിന്ന് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്നും കൗൺസിലറായ കെ.എസ്. ജയകൃഷ്ണൻ നായർ പറഞ്ഞു. ഒരു കൗൺസിൽ തുടങ്ങി 1 മാസമായുള്ളൂ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനില്ലാത്ത അവസരത്തിൽ അവർ മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് പറയുന്നത് ഇനി കൗൺസിൽ ഇത് ആവർത്തിച്ചാൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നാണ്. അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും തുനിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ഒരു ധാർഷ്ട്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് വന്ന് ഇടുക്കിയിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇടുക്കിയിൽ നിന്ന് എങ്ങനെ വന്നോ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇടുക്കിയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകും. മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷനായ മാർച്ചിൽ കൗൺസിലറായ ജി മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ.ടി. നടരാജൻ, അരുൺ പി. മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് സി.വി. ജോണി, ജില്ലാ സെൽ കോർഡിനേറ്റർ കെ. അനീഷ് കുമാർ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥ് തുടങ്ങി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.